അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ക്ഷണിച്ച ആർ.എസ്.എസ് നേതാക്കൾ. പ്രാണപ്രതിഷ്ഠ മഹാസമ്പർക്കത്തിന്റെ ഭാഗമായി അയോധ്യയിൽ നിന്നെത്തിച്ച അക്ഷതവും രാമക്ഷേത്രത്തിന്റെ ചിത്രവും നൽകിയാണ് ഇവർ മന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മന്ത്രിക്ക് ക്ഷണം. പ്രാന്ത സഹസമ്പർക്ക പ്രമുഖ് C.C. ശെൽവൻ, കൊല്ലം വിഭാഗം സഹകാര്യ വാഹക് ജയപ്രകാശ്, BJP അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ്, സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരാണ് കൊട്ടാരക്കര വാളകത്തുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. മുൻകൂട്ടി മന്ത്രിയുടെ അനുവാദം തേടിയ ശേഷമായിരുന്നു ഇവർ എത്തിയത്. രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട CPM ഇടതുമുന്നണി നിലപാട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പുതുതായി മന്ത്രിസഭയിലേക്ക് എത്തിയ ഗണേഷ് കുമാർ ക്ഷണം സ്വീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കാൻ CPMന് കഴിഞ്ഞ സാഹചര്യത്തിൽ CPM പ്രതിനിധി രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എല്ലാ മതവിശ്വാസങ്ങളെയും CPM ബഹുമാനിക്കുന്നുണ്ട്. എന്നാൽ രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നും അത് ശരിയല്ലെന്നും BJPയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് വൃന്ദ കാരാട്ട് പ്രതികരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് ഇതുവരെയും അറിയിച്ചിട്ടില്ല. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ താൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അറിയിച്ചത്. മല്ലികാർജുൻ ഖാർഗെയെയും പാർട്ടി മുൻ അധ്യക്ഷ സോണിയ ഗാന്ധിയെയും ചടങ്ങിലേക്ക് രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരുടെ സാന്നിധ്യം ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ഇതിനിടയിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യവും നടന്നു. BJPയുടെ മുതിർന്ന നേതാക്കളായ LK അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും രാമക്ഷേത്ര ഉദ്ഘാടന പരിപാടിക്ക് വരരുതെന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 1990കളുടെ തുടക്കത്തിൽ രാമക്ഷേത്ര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മുതിർന്ന BJP നേതാക്കളുടെ പ്രായം പരിഗണിച്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. 96കാരനായ അദ്വാനി BJPയുടെ സ്ഥാപക അംഗമാണ്. 90ൽ അദ്ദേഹം ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രാമരഥയാത്ര തുടങ്ങി. ക്ഷേത്രത്തിനായുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. പിന്നീട് തൊട്ടടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ BJP കോൺഗ്രസിന് പിന്നിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ഒറ്റക്കക്ഷിയായി മാറുകയും ചെയ്തത് ചരിത്രമാണ്. അടുത്ത മാസം 90 വയസ്സ് തികയുന്ന മുരളി മനോഹർ ജോഷിയും BJPയുടെ സ്ഥാപക അംഗമാണ്. രാമക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. അതേസമയം ജനുവരി 22-ന് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും 6000-ലധികം വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. രാജ്യത്തെ സിനിമ, കായിക, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ, കേരളത്തിൽ നിന്ന് മാതാ അമൃതാനന്ദമയി, യോഗ ഗുരു ബാബ രാംദേവ്, നടന്മാരായ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മാധുരി ദീക്ഷിത്, അരുൺ ഗോവിൽ എന്നിവരെ ഉൾപ്പെടെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയ്ക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്.